Next question, integral 0 to pi, integral 0 to pi x dx divided by 1 plus sin x. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊടുക്കും? എ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ എ മൈനസ് എക്സ്, എ പൈ ആണല്ലോ, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? പൈ മൈനസ് എക്സ്, എക്സിൻ്റെ പ്ലേസിലൊക്കെ പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ പൈ മൈനസ് എക്സ്, അത്രയും ഡി എക്സ് അല്ലേ. ദെൻ പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ പൈ മൈനസ് എക്സ്, റിസൾട്ടാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചൊരു കാര്യമാണ്. സൈൻ പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്, അതുകൊണ്ട് സൈൻ പോസിറ്റീവ് തന്നെ ആയിരിക്കും. പൈ ആയതുകൊണ്ട് സൈൻ തന്നെ, സൈൻ എക്സ്. അവിടെ 1 പ്ലസ് സൈൻ പൈ മൈനസ് എക്സിന് ഇനി അവിടെ എന്ത് കൊടുക്കാൻ പറ്റും? സൈൻ എക്സ് എന്ന് തന്നെ കൊടുക്കാൻ പറ്റും, ഇൻ്റഗ്രൽ. ഓക്കെ, ഇനി നേരത്തെ കിട്ടിയ ഐയും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടിയ ഐയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്, അത്രയും ഡി എക്സ്. ഇനി ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, നമുക്ക് നേരെ ആഡ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to pi ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. ഇനി ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? എക്സ് പ്ലസ് പൈ മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ ഈ ഒരു എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് ആയിട്ട് എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ 0 to pi പൈ ബൈ 1 പ്ലസ് സൈൻ എക്സ്, അത്രയും ഡി എക്സ്. ഇനി ഇവിടെ നമ്മൾ അഡീഷൻ ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യുകയാണ്. താഴെ 1 പ്ലസ് സൈൻ എക്സ് ആണ് അല്ലേ, നമ്മൾ റാഷണലൈസേഷൻ ഓഫ് ഡിനോമിനേറ്റർ ചെയ്യുന്ന അതേ രീതിയിൽ എന്ത് ചെയ്യും? 1 പ്ലസ് സൈൻ എക്സ് ആയതുകൊണ്ട് തന്നെ 1 മൈനസ് സൈൻ എക്സ് കൊണ്ട് 1 മൈനസ് സൈൻ എക്സ് കൊണ്ട് താഴെയും മൾട്ടിപ്പിൾ ചെയ്തു, മുകളിലും മൾട്ടിപ്പിൾ ചെയ്തു. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തോടുകൂടി താഴെ 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് എന്തായി മാറും? 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ, അല്ലെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആയി മാറും. മുകളിൽ പൈ ഇൻറ്റു പൈ പുറത്തേക്ക് എഴുതാം, 1 മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഇനി എന്താണ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്. പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi താഴെ എന്താ ഉള്ളത്? കോസ് സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്, മുകളിൽ 1 മൈനസ് സൈൻ എക്സ്. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് അഗെയിൻ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ആ കോസ് സ്ക്വയർ എക്സിനെ വേണമെങ്കിൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. എന്താണ് അതിൻ്റെ റീസൺ ഇനി മനസ്സിലാകും. എന്താണ് 1 ബൈ കോസ് സ്ക്വയർ എക്സ്? സീക്ക് സ്ക്വയർ എക്സ്. പൈ ഇൻറ്റു 0 to pi സീക്ക് സ്ക്വയർ എക്സ് മൈനസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് നമുക്കറിയാവുന്നതാണ്, ടാൻ എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ് എന്താ? സീക്ക് എക്സ് അല്ലേ. രണ്ടിനും റിസൾട്ട് ഉണ്ട്. എന്താണ് സീക്ക് സ്ക്വയർ എക്സ്? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്താണ്? ടാൻ എക്സ്. അതിൻ്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് പൈ, ബ്രാക്കറ്റിൻ്റെ പുറത്തൊരു പൈ, മൈനസ് അഗെയിൻ പൈ ഇൻറ്റു ടാൻ എക്സ് സീക്ക് എക്സ്, അതിനും റിസൾട്ട് ഉണ്ട്, സീക്ക് എക്സ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് പൈ. ഇനി ആൻസർ എന്തായിരിക്കും? പൈ ഇൻറ്റു ടാൻ അപ്പർ ലിമിറ്റ് പൈ മൈനസ് ടാൻ ലോവർ ലിമിറ്റ് 0 മൈനസ് പൈ ഇൻറ്റു സീക്ക് അപ്പർ ലിമിറ്റ് പൈ മൈനസ് സീക്ക് ലോവർ ലിമിറ്റ് 0.
ഇനി ആൻസറിലേക്ക് എത്തി. എന്താണ് പൈ ഇൻറ്റു ടാൻ പൈ എന്താ? ടാൻ പൈ 0 ആണ്, ടാൻ 0യും 0 ആണ്. വേണമെങ്കിൽ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് നോക്കാം. എഗൈൻ പൈ ഇൻറ്റു സിക്ക് പൈ എന്താ? -1 മൈനസ് സിക്ക് 0 എന്താണ്? 1. ഇനി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് പൈ ഇൻറ്റു -1 -1 എന്തായിരിക്കും? -2 അല്ലേ? അങ്ങനെ 2i ഈക്വൽ എന്ത് കിട്ടി? 2i ഈക്വൽ ടു 2π എന്ന് കിട്ടി. 2i ഈക്വൽ ടു 2π ആണെങ്കിൽ i ഈക്വൽ എന്തായിരിക്കും? i ഈക്വൽ ടു π.